ഉടനെ കഴുത്തിൻ്റെ ദറുക്കുക ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പ ആറ്റ കനിമോനെ ഇതാ നിൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദുൽഹിജ്ജ മാസത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ആ ഒരു ചരിത്രത്തിൻ്റെ ചെറിയ ഒരു ഭാഗത്തെക്കുറിച്ചാണ്. നമുക്കറിയാലോ, ദുൽഹിജ്ജ മാസത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ഹജ്ജ്. അതെല്ലാവർക്കും സുപരിചിതമാണ്. എന്നാൽ മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ദുൽഹിജ്ജ മാസത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വലിയ സുന്നത്തുള്ള ഒരു കാര്യമാണ്, ഒരു ഇബാദത്താണ് ബലികർമ്മം എന്ന് പറയുന്നത്. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞത് വസല്ലി റബ്ബിക വൻഹർ എന്നാണ്. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി റബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അള്ളാഹുവിനിക്ക് വേണ്ടി ബലിയറുക്കാൻ വേണ്ടി ഈ വിശുദ്ധമായ സൂറത്തിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും ശാഫിഈ മദ്ഹബ് പ്രകാരം ഉളുഹിയ്യത്ത് ശക്തമായ സുന്നത്താണ്. ശക്തമായ സുന്നത്ത് എന്ന് പറയുമ്പോൾ അത് ഒഴിവാക്കൽ കറാഹത്താണ്. ഇന്ന് നമുക്കറിയാം, ഇന്ന് ഏകദേശം ഒരു 15,000 രൂപ കയ്യിൽ ബാലൻസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ, അവനക്ക് കടവും മറ്റുള്ള ബാധ്യതയും ഒഴിച്ച് ഒരു 15,000 രൂപ കയ്യിൽ സ്റ്റോക്ക് വെക്കുന്ന ഒരു മനുഷ്യനാണ്. അവർക്ക് ഉളുഹിയ്യത്ത് ശക്തമായ സുന്നത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് ഉളുഹിയ്യത്ത് സുന്നത്തല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അത് നിസ്സാരമായി കാണുന്ന ചില ആളുകളുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. ഉളുഹിയ്യത്ത് ശക്തമായ സുന്നത്ത് എന്നുകൊണ്ട് ഫിഖീന്റെ കിതാബിൽ കാണുന്നത് അത് ഒഴിവാക്കൽ കറാഹത്താണ് എന്നുള്ളതാണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ്. അങ്ങനെ വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ശുദ്ധി ശരിയായിട്ടില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ, അത് മറ്റുള്ള ഏർപ്പാടുകൾ നടത്തുന്നവരാണെങ്കിൽ, ഒരു ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സംരംഭങ്ങൾ നടത്തുന്നവരാണെങ്കിൽ, അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന്, ഓരോ മാസം കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് ഒരു തുക മാറ്റി വെച്ചാൽ അവർക്ക് സിമ്പിളായിട്ട് എല്ലാ വർഷവും ഉളുഹിയ്യത്ത് ഇറക്കാം. അത് അവരുടെ കച്ചവടത്തെയും അവരുടെ ബിസിനസ്സിനെയും അവരുടെ സംരംഭത്തെയും വളരെ അനുകൂലമായി ബാധിക്കും, അനുകൂലമായി അത് പ്രതിഫലിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഏതായിരുന്നാലും വിഷയത്തിലേക്ക് വരാം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെയും ത്യാഗോജ്ജലമായ സ്മരണ ഇവർക്കാണ് ഓരോ ബലിപെരുന്നാളിലും നമ്മൾ ബലിയെടുക്കുന്നത്. നമുക്കറിയാലോ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് അല്ലാഹു തആല കൊടുത്തൊരു സന്താനമാണ് ഇബ്രാഹിം നബിക്ക്. ഒരുപാട് പ്രായമായിട്ട് ഇബ്രാഹിം നബിക്ക് മക്കളില്ലാതെ വിഷമിച്ച സമയത്ത് പ്രാർത്ഥിച്ച് അവസാനം അല്ലാഹു തആല ഒരു കുഞ്ഞിനെ നൽകി. ആ കുഞ്ഞാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാം. അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു, ഇസ്മായിൽ നബി അറുക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അല്ലാഹു തആല പറഞ്ഞ സംഭവം. പക്ഷേ ആ ഒരു സംഭവം ആ സ്വപ്നത്തിലൂടെയാണ് അല്ലാഹു തആല അറിയിച്ചു കൊടുത്തത്. 3 തവണ സ്വപ്നം ആവർത്തിച്ചപ്പോഴാണ് ഇത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കി മകനെയും കൂട്ടി അറുക്കാൻ വേണ്ടി പോകും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, സ്വന്തം മകൻ അറുക്കുകയാണ്. അറുക്കുന്ന സമയത്ത് ഉള്ള ചരിത്രങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടാൽ ഞാൻ അതിലേക്ക് അടുക്കുകയില്ല. ഏതായിരുന്നാലും ആ ബലികർമ്മം അന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നടത്താൻ കഴിഞ്ഞില്ല. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ അറുക്കാൻ കഴിഞ്ഞില്ല. അതൊരു പരീക്ഷണമായിരുന്നു അല്ലാഹുവിന്റെ. അത് സദ്ദഖത്തു റുഇയ ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ എന്ന് പറയുന്ന ആയത്ത് അല്ലാഹു തആല ഇറക്കി. ഏതായിരുന്നാലും ആ അള്ളാഹുവിൻ്റെ ആ ഒരു പരീക്ഷണം അത് അദ്ദേഹം അതിൽ വിജയിച്ചു എന്നുള്ളത് അല്ലാഹു തആല സന്തോഷത്തിന് വേണ്ടി ഒരു ആടിനെ അല്ലാഹു തആല ഇറക്കി കൊടുക്കുകയാണ്. ആ ആടിന്റെ ചരിത്രം നമുക്ക് കിതാബിൽ നോക്കിയാൽ കാണാം. പണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഹാബീലും കാബീലും തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ കുർബാന വെക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ആ കുർബാനയിൽ വെച്ച സംഭവം നമുക്കറിയാം. ഒരു പുല്ലും ഒരു ആടിനെയാണ് കുർബാന വെച്ചത്. ആ പുല്ലിനെ അല്ലാഹു തആല ആകാശത്തിൽ നിന്ന് തീ ഇറക്കി അതിനെ കരിച്ചു കളയുകയും കുർബാനയായ ആടിനെ അല്ലാഹു തആല ഉയർത്തുകയും ചെയ്തു. ആ ആടിനെയാണ് അല്ലാഹു തആല ഇറക്കി കൊടുത്തതെന്നൊക്കെ കിതാബിൽ പരിശോധിച്ചാൽ കാണാം. ഏതായിരുന്നാലും അന്നാണ്, ആ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ്, ആ സംഭവത്തിന് ശേഷമാണ് ഉളുഹിയ്യത്ത് എന്നുള്ള ഒരു ബലികർമ്മം എന്നുള്ള ഒരു സുന്നത്തായ കാര്യം ഇസ്ലാമിൽ നിലവിൽ വന്നത്. ഏതായിരുന്നാലും അൽഹംദുലില്ലാ, നമുക്കറിയാം ഇന്ന് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ലോകത്തിലെ എല്ലാ മേഖലയിലും, എല്ലാ രാജ്യങ്ങളിലും, എല്ലാ സ്ഥലത്തും ഉളുഹിയ്യത്ത് വളരെ വിപുലമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും
നമുക്ക് ഉദുഹിയത്പരമായിട്ടുള്ള പല മസാലകളും അതുപോലെ ചോദ്യങ്ങളൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഇൻഷാ അള്ളാ നമുക്ക് പിന്നെ ഓരോ പാർട്ടുകളായിട്ട് ചർച്ച ചെയ്യാം. ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ ഈ ചരിത്രത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഇബ്രാഹിം നബിയുടെയും ആ ത്യാഗോജ്ജലമായ ആ ഒരു സ്മരണ അവർക്കാണ് ബലികർമ്മം എന്നുള്ള ആ ഒരു സംഗതി ഇന്ന് നിലവിൽ വന്നിട്ടുള്ളത്. ഇന്ന് കാണുന്ന രൂപത്തിൽ ആ ബലികർമ്മം എത്താനുള്ളൊരു കാരണം ആ ഒരു ചരിത്രമാണ്. അതുപോലെ തന്നെ ഹജ്ജിൻ്റെ ഓരോ കാര്യങ്ങൾ എടുത്ത് വെച്ച് ചോദിക്കുമ്പോഴും ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഹജറ ബീവിൻ്റെയും ആ ഒരു സ്മരണകൾ അയവർക്കിയാണ്. ആ സ്മരണകൾ പിന്നെ പ്രതിപാദിച്ചുകൊണ്ടാണ് എല്ലാ കർമ്മങ്ങളും ഉള്ളത്. ഇങ്ങനെ ഈ ഒരു മാസം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും ഇബ്രാഹിം നബി ഇസ്മായിൽ നബി ഹജറ ബീവിനൊന്നും മറക്കാൻ കഴിയാത്ത മാസമാണ്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ്. ഇസ്ലാമിൻ്റെ 4 സ്തംഭങ്ങൾ അഥവാ സക്കാത്തും ഹജ്ജും അതുപോലെ നോമ്പും നിസ്കാരവും എല്ലാം അടങ്ങിയ ഒരു മാസം ദുൽഹിജ്ജ മാസം മാത്രമേ ഉള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ ചെയ്യാനും പിന്നെ നല്ല കാര്യങ്ങൾ പഠിക്കാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അള്ളാഹ് മസലകളുമായിട്ട് പിന്നെ നമുക്ക് അടുത്ത പാർട്ടിൽ വരാം. ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.